നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് നമ്മുടെ ബ്രദർ ഇറങ്ങിപ്പോകുമ്പോൾ ജൺ അവിടെ ദൊങ്മാനെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. എന്നിട്ട് ജൺ ദൊങ്മാനെ വിളിക്കുകയാണ്. അപ്പോൾ ദൊങ്മാൻ എടുത്തിട്ട് പറയാണ്, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ആള് പ്ലാസ്റ്ററൊക്കെ ഇട്ട് ഇറങ്ങി വരികയാണ്. എന്നിട്ട് രണ്ടുപേരും കൂടെ സംസാരിച്ച് തട്ടിയും മുട്ടിയും കളിച്ചും ചിരിച്ചൊക്കെ പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് സീനിൽ ചോയ് ഫിലിംസ് ആണ് കാണിക്കുന്നത്. അവിടെ യൂന, ജിൻ അവരൊക്കെ ഇരിക്കുകയാണ്. അപ്പം ജിൻ ഫോണിൽ നോക്കിയിട്ട് പറയാണ്, പോസ്റ്റർ മാറിയ മാറ്റവേ, ഇപ്പോൾ ദൊങ്മാനും ബ്രദറിനും കഫേ കയറാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ഫ്രണ്ട് അവിടെ വന്നിട്ട് പറയാണ്, ഗ്യോങ്സയുടെ വൈഫിൻ്റെ ഒരു കാര്യമേ, ഒരു പേപ്പർ കൊണ്ട് കാര്യങ്ങളെല്ലാം അങ്ങ് സെറ്റാക്കിയില്ലേ. അപ്പം ജിൻ പറയാണ്, സത്യമായിട്ടും ഇനി ദൊങ്മാനെ അവിടെ കാണണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമെന്ന് പറയുമ്പോൾ യൂന ഇതെല്ലാം കേട്ടിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താ ദൊങ്മാനെ ഡീൽ ചെയ്യാൻ ഇത്ര പാട്? അപ്പം ജിൻ പറയാണ്, സത്യം പറഞ്ഞാൽ അവന് കഴിവില്ലാത്ത കുഴപ്പമില്ല എന്ന് പറയാം, പക്ഷേ അത് സമ്മതിക്കാതെ സംസാരിച്ച് അത് മറയ്ക്കാൻ നോക്കുന്നവനവൻ. അപ്പൊ യൂന ചോദിക്കാണ്, ഈ കഴിവില്ലാന്ന് ഉദ്ദേശിക്കുന്നത്? അപ്പൊ ജിൻ പറയാണ്, നീ ഒരു കുക്കാണ്, പക്ഷെ കുക്ക് ചെയ്യാൻ അറിഞ്ഞൂടാ. ടീച്ചറാണ്, പക്ഷെ പഠിപ്പിക്കാൻ അറിഞ്ഞൂടാ. ഇനി ഇതിൽ കൂടുതൽ ഞാൻ പറയണം? അപ്പം യൂന പറയാണ്, ഒരു ഹ്യൂമനാണ്, പക്ഷെ മനുഷ്യത്വം ഇല്ല. അതല്ലേ ഏറ്റവും വലിയ കഴിവില്ലായ്മ. അപ്പം ജിന്നും ഫ്രണ്ടും ഇതൊക്കെ കേട്ടിട്ട് ചോദിക്കാണ്, ദൊങ്മാന് മനുഷ്യത്വം ഉണ്ടെന്നാണോ നീ പറയുന്നത് എന്ന് പറഞ്ഞ് ഫ്രണ്ട് കിടന്ന് നല്ല ചിരിക്കുകയാണ്. ചിരിച്ചാൾക്ക് ശ്വാസം കിട്ടുന്നില്ല, അത്ര കിടന്ന് ചിരിക്കുകയാണ്. ചിരിച്ച് ആളുടെ നെഞ്ച് വേദനിക്കാൻ തുടങ്ങും. ആ ടൈമിൽ യൂനയുടെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ട്. ആ സീൻ കട്ട് ചെയ്ത് നെക്സ്റ്റ് സീനിൽ ദൊങ്മാനെയും ജണ്ണെയാണ് കാണിക്കുന്നത്. രണ്ടുപേരും കഴിക്കുകയാണ്. എന്നിട്ട് ദൊങ്മാൻ പറയാണ്, ഇതിനൊക്കെ എന്ത് ടേസ്റ്റാ. അങ്ങനെ രണ്ടുപേരും കൂടെ കഴിച്ച് കഴിഞ്ഞിട്ട് വെളിയിരുന്ന് സംസാരിക്കുകയാണ്. അപ്പൊ ജൺ ചോദിക്കുകയാണ്, നിനക്ക് എങ്ങനെ ഈ പ്ലാസ്റ്ററൊക്കെ ഇട്ടേണ്ടി വന്നു? അപ്പൊ ദൊങ്മാൻ പറയാണ്, ഞാൻ യൂനയുടെ കയ്യിൽ എൻ്റെ സ്ക്രീൻ പ്ലേ കൊടുത്തായിരുന്നു. അപ്പോൾ എന്നെ അവിടെ നിന്ന് വിളിച്ചു. ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് പറഞ്ഞ് വലിയ പ്രതീക്ഷയെ പോയതാ. പക്ഷേ ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഇത്രയും വേദന ഉണ്ടാക്കുന്ന കാര്യം ഞാൻ കേട്ടിട്ടേ ഇല്ല എന്ന് ദൊങ്മാൻ പറയാണ്. എന്നിട്ട് പറയാണ്, ഈ വാച്ച് കിടന്ന് വൈബ്രേറ്റ് ചെയ്ത് ഒരു പരുവായി. അപ്പൊ ജൺ ചോദിക്കുകയാണ്, ഈ വട്ടം അതിൽ എന്താ എഴുതി കാണിച്ച്? നല്ല രീതിയിൽ അഭിമാനിക്കപ്പെട്ടു എന്നാണോ? അപ്പൊ നമ്മളെ ആ സീൻ കാണിക്കുകയാണ്. ആള് വാച്ചിൽ നോക്കുമ്പോൾ വിശക്കുന്നു എന്നാണ് എഴുതി കാണിച്ചത്. എന്നിട്ട് പ്രസന്റില് ആള് പറയാണ്, അതിനേക്കാട്ടിലും വലിയൊരു വേർഡ് അതിൽ എഴുതി കാണിച്ചത്. ഏതോ ഒരു ബോക്സർ എന്നെ അടിച്ചിട്ടൊരു ഫീലായിരുന്നു എനിക്ക്. വേദന കാരണം എനിക്ക് നിൽക്കാൻ പോലും വയ്യായിരുന്നു എന്നൊക്കെ ദൊങ്മാൻ പറയാണ്. എന്നിട്ട് പറയാണ്, ഞാൻ രാത്രി ഈ വേദന കാരണം എണീറ്റിരുന്ന് കരഞ്ഞ് ഞാനൊരു തുണി കൊണ്ട് കഴുത്തിൽ ചുറ്റി മുറുക്കിയപ്പോഴാണ് അത് ഇതിനെക്കാട്ടിലും വേദന ഉണ്ടായിരുന്നു. അപ്പോഴാണ് മനസ്സിലായ ഈ വേദനയൊന്നും ഒന്നും അല്ലെന്ന്. ഇത് കേട്ട് ജൺ ചിരിക്കുകയാണ്. എന്നിട്ട് ദൊങ്മാൻ പറയാണ്, നീ കണ്ടോ, ഈ ബോണൊക്കെ പ്ലാസ്റ്റർ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഒന്നും കൂടെ സെറ്റ് ആവത്തില്ലേ? അതേപോലെ ഞാനും തിരിച്ചു വരും നല്ല വിൽ പവറോടെ എന്നൊക്കെ ജണ്ടെ അടുത്ത് പറയാണ്. ഇപ്പൊ ജണ്ണ് അവനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇപ്പൊ ദൊങ്മാൻ പറയാണ്, എന്താ എന്നെ ഇത്ര കാര്യമായിട്ട് നോക്കുന്ന? എന്നെ ഇഷ്ടപ്പെട്ടോ? അപ്പൊ ജൺ ചിരിക്കുകയാണ്. ദൊങ്മാൻ പറയാണ്, ഇഷ്ടപ്പെട്ടാലും എനിക്ക് വല്ല അതിശയൊന്നും ഇല്ല. നെക്സ്റ്റ് സീനില് ജണ്ണും ദൊങ്മാനും കൂടെ നടക്കുകയാണ്. അവർ യൂനെ കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പൊ ജൺ പറയാണ്, പണ്ടത്തെ യൂനെ നീയൊന്ന് കാണണമായിരുന്നു. ഇതൊന്നും അല്ല. അവൾ എത്ര പേരുടെ സ്ക്രീൻ പ്ലേ അവരുടെ മുമ്പിൽ വെച്ച് കീറിയിട്ടുണ്ടെന്ന് അറിയാവോ? ഒരു വട്ടം എനിക്കും കിട്ടിയായിരുന്നു. അവൾ എല്ലാം പോയിന്റ് ആയിട്ട് എടുത്ത് പറയും, ഇതാ തെറ്റെന്ന്. അത് കേൾക്കുമ്പോൾ എനിക്ക് തന്നെ തോന്നും ഇതങ്ങ് കീറിക്കളയാം. ഡയറക്ടർമാരൊക്കെ അവളുടെ മുമ്പിൽ വന്ന് നിൽക്കും സ്ക്രീൻ പ്ലേക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്നറിയാം. അത്രയ്ക്ക് പൊളിയായിരുന്നു. അവളൊരു റൂമിൽ കയറിയ ആ റൂം ഫുള്ള് അവളിലോട്ടായിരിക്കും നോക്കുന്നത്. അപ്പം ഞാൻ വിചാരിക്കുമായിരുന്നു, ഇതൊക്കെയാണല്ലേ ഓറാന്ന് പറഞ്ഞ എന്നൊക്കെ പറഞ്ഞ് ജൺ പറയാണ്. എന്നിട്ട് ദൊങ്മാൻ പറയാണ്, പക്ഷേ എനിക്ക് പണ്ടത്തെ യൂനയെക്കാട്ടിലും ഇപ്പോഴത്തെ യൂനെ ഇഷ്ടം. പണ്ടത്തെ യൂന കുറച്ച് പാടായിരുന്നു ഡീൽ ചെയ്യാൻ. ഇപ്പം അവൾക്ക് എന്തോ പറ്റി പെട്ടെന്ന്, എന്തെങ്കിലും അസുഖം വല്ലതും ആണോ? ഇപ്പം ജൺ പറയാണ്, അറിയാൻ വയ്യ, അവളും വർക്കിലുള്ളവരുമായിട്ടും അങ്ങനെ ചേരാറില്ല. അപ്പം ദൊങ്മാൻ ചോദിക്കുകയാണ്, അതെന്താ? ഇപ്പം ജൺ പറയാണ്, ചോയൊക്കെ ഒഴിച്ച് ഫസ്റ്റ് തന്നെ ഡയറക്ടർമാർ യൂനയുടെ കയ്യിലാണ് സ്ക്രീൻ പ്ലേ കൊണ്ട് കൊടുക്കാറുള്ളത്. ചിലപ്പം അത് വല്ലതും ചോയ്ക്ക് പിടിക്കുന്നില്ലായിരിക്കും എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ പോവാണ്. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്ന യൂന റെയിൽവേ ക്രോസിൻ്റെ അവിടെ നിൽക്കുകയാണ്. അപ്പം അങ്ങോട്ട് ദൊങ്മാൻ വരികയാണ്. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രീറ്റ് ചെയ്യുന്നു. എന്നിട്ട് ദൊങ്മാൻ കുറച്ചു നേരം മിണ്ടാതെ നിന്നിട്ട് യൂനെ അടുത്ത് ചോദിക്കുകയാണ്, ആൾക്കാർക്ക് എങ്ങനെയാ പവർ കിട്ടുന്നത്? ഈ ഹീന മീറ്റൊക്കെ തെരഞ്ഞു പോകുന്ന പോലെ ഞാനും പവർ തെരഞ്ഞു പോയായിരുന്നു, പക്ഷെ ഒന്നും കിട്ടിയില്ല. അത് വാങ്ങിക്കാൻ കിട്ടുമോ?
ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് വാങ്ങിക്കായിരുന്നു എന്നൊക്കെ പറയാണ്. അപ്പൊ യൂന കുറച്ചു നേരം സ്റ്റക്കായി നിന്നിട്ട് പറയാണ്, ചിലപ്പം സ്നേഹം കൊണ്ട് പറ്റുമായിരിക്കും ആ മെയിൻ ക്യാരക്ടറിന് അയാളുടെ ഓൾഡർ ബ്രദറിനോടുള്ള സ്നേഹം കൊണ്ടോ, അല്ലെങ്കിൽ ആ വെതർ അത്രയ്ക്ക് ഇഷ്ടമുള്ള കസിൻസിനോടുള്ള സ്നേഹം കൊണ്ടോ എങ്ങനെയെങ്കിലുമൊക്കെ പവർ കിട്ടിയേനെ. കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് വേണ്ടി നമ്മളൊന്നും ചെയ്യാൻ മടിക്കത്തില്ല. എന്നിട്ട് യൂന പറയാണ്, ഞാൻ നിന്റെ സ്ക്രീൻ പ്ലേ വായിച്ചപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഓ, ഈ ഡയറക്ടറിന് ഇഷ്ടമുള്ള ഒന്നുമില്ലല്ലേ. അപ്പം ഇത് കേട്ടിട്ട് ദൊങ്മാന് നല്ല വിഷമം വരുന്നുണ്ട്. ആളിങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പൊ ആളുടെ വാച്ചില് റെഡ് ലൈറ്റ് ആണ് കത്തുന്നത്. അതിനുശേഷം രണ്ടുപേരുടെ വീട്ടിലോട്ട് പോവാണ്. യൂന വീട്ടിൽ കയറുമ്പോൾ ലഞ്ച് ബോക്സ് എടുത്ത് വെക്കും. അപ്പം ഗ്രാൻഡ്മ ചോദിക്കുന്നുണ്ട്, അവനെല്ലാം കഴിച്ചല്ലേ? അപ്പൊ യൂന ആന്ന് പറഞ്ഞിട്ട് ആള് റൂമിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ആള് ബുക്ക് വായിക്കുന്നുണ്ട്. അപ്പൊ നമുക്കൊരു വോയിസ് ഓവർ ആയിട്ട് കേൾക്കാം, സ്നേഹത്തിലായിരുന്നപ്പം ഒന്നും അറിഞ്ഞില്ല, എല്ലാം പോയെന്നാ വിചാരിച്ച, പക്ഷേ അതെല്ലാം തീർന്നപ്പോഴാണ് മനസ്സിലായ ഒന്നും പോയിട്ടില്ല, എല്ലാം അവിടെ തന്നെയുണ്ട്, കുറച്ച് നേരത്തേക്കൊന്ന് മാറിയെന്നേ ഉള്ളൂ. ആ വോയിസ് ഓവർ കഴിഞ്ഞ് നെക്സ്റ്റ് സീനിൽ കാണിക്കുന്ന ഗ്യോങ്സെയും വൈഫിനെയാണ്. ഗ്യോങ്സെ രാത്രി ഉറങ്ങാതെ ടേബിളിൽ വന്ന് കണ്ണും തുറന്നിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഗ്യോങ്സയുടെ വൈഫ് അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് പറയാണ്, കണ്ണിന് കുറച്ച് റെസ്റ്റ് കൊടു. അപ്പോൾ ഗ്യോങ്സെ പറയാണ്, ഞാനും അവനും എന്ത് ഡിഫറെൻറ്റാ, എന്നിട്ട് അവൻ ഞങ്ങൾ രണ്ടുപേരും ഒരേപോലെ ആക്ട് ചെയ്യുന്നവൻ. അപ്പോൾ വൈഫ് പറയാണ്, നിങ്ങളും അവനും ഒരേപോലെ തന്നെ, ആകെയുള്ള വ്യത്യാസം അവൻ മൂവി ചെയ്തില്ല, നിങ്ങളൊരു മൂവി ചെയ്ത്. അവനിനി മൂവി ചെയ്യത്തില്ലെന്ന് ആരാ പറഞ്ഞത്? അവൻ ചെയ്യത്തില്ല, അവൻ ഒരിക്കലും ചെയ്യത്തില്ല. ഞാൻ അവനെ ഹെൽപ്പ് ചെയ്താലോ ഡിബേറ്റ് ചെയ്യാൻ? നിനക്ക് വട്ടാണോ? അപ്പോൾ വൈഫ് പറയാണ്, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്തില്ലായിരുന്നെങ്കിൽ നിങ്ങളും അവനെ പോലെ ആയിരുന്നേനെ. നിങ്ങൾ ഇപ്പം മൂവി ചെയ്തില്ലെങ്കിൽ നിങ്ങൾ അവനെ പോലെ ആക്ട് ചെയ്യത്തില്ല എന്ന് തോന്നുന്നുണ്ടോ? അവനെക്കാട്ടിലും മോശമായിരിക്കും നിങ്ങൾ. കൂടുതൽ നല്ല ആളൊന്നും കളിക്കേണ്ട, കുറച്ച് നന്നാവാൻ നോക്കും. ഇത് കേട്ട് ഗ്യോൻസെ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ വൈഫ് പറയാണ്, ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. ഗ്യോൻസെ തിരിച്ചു വന്ന് മതിലിൻ്റെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ വൈഫ് പറയാണ്, വെറുതെ നിങ്ങളും അവനും ഒന്നല്ലെന്ന് പറഞ്ഞ് ഇവിടെ ഇരുന്ന് ഗോസിപ്പ് ചെയ്യാതെ എനിക്ക് തെളിയിച്ച നിങ്ങളും അവനും ഡിഫറെൻ്റാണ്. നിങ്ങൾ ഡിഫറെൻ്റ് അല്ല എന്ന് നിനക്ക് നല്ല ബോധ്യമുണ്ട്, അതുകൊണ്ടാണ് നിനക്ക് ഇത്ര ദേഷ്യം വരുന്നത് എന്ന് പറഞ്ഞിട്ട് വൈഫ് പോയി കഥവടയ്ക്കാണ്. ഗ്യോങ്സെ അവിടെ തലയും കൈവച്ചുകൊണ്ട് നിൽപ്പുണ്ട്. നെക്സ്റ്റ് സീനിൽ രാവിലെ ദൊങ്മാൻ മലയുടെ മണ്ടയിൽ നിൽക്കുകയാണ്. എന്നിട്ട് അവൻ മലയുടെ മണ്ടേന്ന് കൂവാണ്, ഡാ ദൊങ്മാനേ. അപ്പൊ വേറൊരാളടന്ന് കൂവുന്നുണ്ട്, ഡാ എനിക്കൊന്ന് ഉറങ്ങണം. ഇവൻ അത് മൈൻഡ് ആക്കാതെ, ഡാ ദൊങ്മാനേ ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് കൂവാണ്. യൂന ഇത് കേൾക്കുന്നുണ്ട്. നെക്സ്റ്റ് സീനില് യൂന വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ്. അപ്പം യൂന അന്ന് വിചാരിച്ച കാര്യം ഇപ്പം വോയിസ് ഓവർ ആയിട്ട് കേൾക്കുന്നുണ്ട്. അന്ന് കൊച്ചിലെ തോന്നിയത് കണക്കാണ് അവൾക്ക് ഇപ്പോഴും തോന്നുന്നത്. പക്ഷേ ഇപ്പം ഒരു ഫീലിങ്ങും കൂടി അധികം. ബാക്കിയുള്ളവരുടെ വീക്ക്നെസ് എന്താണെന്ന് അറിയാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അവരെ ഫൈറ്റ് ചെയ്തൂടെ? ആ വോയിസ് ഓവറും കേൾപ്പിച്ച് യൂന ഇങ്ങനെ നടക്കുകയാണ്. അതിനുശേഷം ദൊങ്മാനെ കാണിക്കുന്നുണ്ട്. ആളും എന്തൊക്കെയോ ലക്ഷ്യമിട്ട് നടക്കുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ദൊങ്മാൻ ചോയ് ഫിലിംസിലോട്ട് വരികയാണ്. മിസ്റ്റർ ചോയ്, നിങ്ങളിവിടെ ഉണ്ടോ? ഇതും പറഞ്ഞുകൊണ്ട് ആൾ അകത്ത് കയറി വരികയാണ്. ഇത് കണ്ട് കണ്ണാടി ജണ്ണിൻ്റെ അടുത്തെന്ന് പറയും ദൊങ്മാൻ വന്നു, ഫ്രണ്ടിൻ്റെ അടുത്തെന്ന് പറയും ദൊങ്മാൻ വന്നു. അങ്ങനെ മൂന്നുപേരും കൂടെ ഓടി ചോയുടെ റൂമിലോട്ട് പോകും. അപ്പോൾ ജൺ വന്ന് ദൊങ്മാനെ പിടിക്കും. അപ്പോൾ ചോയ് പറയുന്നുണ്ട്, അവനവിടെ നിൽക്കട്ടെ. എന്നിട്ട് ദൊങ്മാൻ പറയാണ്, ഈ വലിയ വലിയ ആൾക്കാരെ മാത്രം നിങ്ങളുടെ അടുത്ത് നിങ്ങൾ ചേർത്തെടുക്കും, എന്നെ പോലത്തുള്ള ലൂസേഴ്സിനെ അങ്ങ് ഒഴിവാക്കും. എന്നിട്ട് ഈ വലിയ വലിയ ആൾക്കാരെ കൊണ്ട് വലിയ വലിയ സംഭവങ്ങൾ ഉണ്ടാക്കാന്ന വിചാരം വലുതാവൂല്ലടോ. പിന്നെ എനിക്ക് ആൾക്കാരുടെ പുറകെ നിന്ന് സംസാരിക്കാൻ ഒടുക്കത്തെ കഴിവ്. അപ്പൊ ചോയ് പറയാണ്, പൊട്ട ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒടുക്കത്തെ വാക്ക് ഇവിടെ ഉപയോഗിക്കില്ലെന്ന്. അപ്പൊ ദൊങ്മാൻ പറയാണ്, എന്നാൽ എന്നെ പൊട്ടനെന്ന് വിളിക്കരുത്. ഞാൻ പൊതുവെ നല്ല സംസാരിക്കുന്ന ആളാണ്, പക്ഷെ അന്ന് ഞാൻ ഒന്നും മിണ്ടാതെ നീ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടിരുന്നു. ഇനി എനിക്ക് സംസാരിക്കാനുള്ള അവസരം, അതുകൊണ്ട് ഞാൻ സംസാരിക്കും, മിണ്ടാതെ കേട്ടിരുന്നാണ്. അപ്പൊ ചോയ് പറയാണ്, ആ ശരി കേൾക്കാം, നീ പറ. അപ്പൊ ദൊങ്മാൻ മിണ്ടാതെ നിൽക്കുകയാണ്. എന്നിട്ട് പറയാണ്, എന്നാ പോട്ട്, ഞാൻ മറന്നുപോയി. എന്നിട്ട് പറയാണ്, അല്ലെങ്കിൽ വേണ്ട, ഞാൻ വീണ്ടും തുടങ്ങാം. റെഡി ആക്ഷൻ. ഈ ലോകത്ത് ക്രൈമൊക്കെ നടക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാവോ? അവരെ റെസ്പെക്ട് ചെയ്യാത്തതുകൊണ്ടാണ്. അന്ന് നീ വെറുതെ പോയത് ഞാനൊരു
നല്ല ആളായോണ്ട. ഞാൻ പറഞ്ഞില്ലേ, ആൾക്കാരുടെ പുറകിൽ നിന്ന് സംസാരിക്കാൻ എനിക്ക് ഒടുക്കത്തെ കഴിവ്. പക്ഷേ ഞാൻ മുഖത്ത് നോക്കി സംസാരിക്കാറില്ല, കാരണം അത് നല്ല കാര്യമല്ല. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇവിടുത്തെ ഉള്ളവർ മുഖത്ത് നോക്കി സംസാരിച്ചാണ് പവർ ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു തോൽവിന്ന് വിളിക്കും, അവരെ അപമാനിക്കും. ഇങ്ങനത്തുള്ള റൂഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് പവർ കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. എന്നാൽ ശരി, ഞാനും അങ്ങ് മുഖത്ത് നോക്കി പറഞ്ഞേക്കാം. ഇവിടെ നിൽക്കുന്ന എല്ലാവരുടെയും മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞിരിക്കും. കാത്തിരുന്നിട്ട് അവിടെ ഇരിക്കുന്ന ലാമ്പ് എടുത്ത് ചോയുടെ മുഖത്തടിച്ചിട്ട് പറയാണ്, ഇന്ന് മിസ്റ്റർ ചോയുടെ മുഖത്ത് നോക്കി ഞാൻ എന്താ പറയാൻ വന്നതെന്നറിയാവോ? നീ വലിയ ആളാണെന്നൊന്നും വിചാരിക്കേണ്ട, ആരും വലിയ ആളാവാനും പറഞ്ഞില്ല. നീ പറയുന്നത് ഡയറക്ടേഴ്സ് കേൾക്കാത്തതുകൊണ്ട് നിന്റെ ജൂനിയേഴ്സിനെ തള്ളി പറഞ്ഞു വിടുന്നു. അത്ര നല്ല കാര്യമല്ല, അവരെന്തോ നിന്റെ സെർവൻസ്. ഇത് കേട്ട് യുവനെ ചിരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, കാത്തിരുന്നു, ഞാൻ വലുതാവും, ഞാൻ തിളം, ഞാൻ കൂടുതൽ വിലയില്ലാത്തവനാണ്, കൂടുതൽ യൂസ്ഫുൾ അല്ലാത്തവനാണ്. ഇനിയും ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്തും, നോക്കിക്കോ. ഏറ്റവും അവസാനം എൻ്റെ കഴിവില്ലായ്മയെന്ന് ഞാൻ കഴിവ് കൊണ്ടുവരും. കാത്തിരുന്നു എൻ്റെ വലിയ സ്റ്റോറിക്ക്. എന്നെ തടയാൻ പറ്റുമെങ്കിൽ തടയും എന്ന് പറഞ്ഞ ആൾ സ്റ്റൈലായിട്ട് ഇറങ്ങി പോവാണ്. അപ്പോൾ ചോയ് പറയുകയാണ്, നിക്ക് എനിക്ക് സംസാരിക്കാനുള്ളത് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ദൊങ്മാൻ പറയാണ്, ഓ എനിക്ക് സമയമില്ലെന്ന് പറഞ്ഞ ആൾ പോവാണ്. അപ്പോൾ യൂന ഇത് കണ്ട് പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ ചോയ് പറയാണ്, ഓ ഇപ്പം അവൾക്ക് ചിരിക്കാനാവും. അപ്പോൾ യൂന ടേബിളിൽ ഇരുന്നിട്ട് വീണ്ടും നല്ല ഹാപ്പി ആയിട്ട് ചിരിക്കുകയാണ്. എന്നിട്ട് ദൊങ്മാൻ്റെ പുറകെ ജൺ വരുന്നുണ്ട്. അപ്പോൾ ദൊങ്മാൻ പറയാണ്, ഓ ഇവൻ എന്ത് പൊളിയാ, ഞാനും ഭയങ്കര ഇഷ്ടത്തിലായെന്നാ തോന്നുന്നു, ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ റൊമാൻസ് ചെയ്യുന്നതൊക്കെ എന്ന് പറഞ്ഞ് ആള് ഭയങ്കര ഹാപ്പി ആയിട്ട് ഞാൻ എന്താ അടിപൊളിയാ എന്ന് പറഞ്ഞിട്ട് പോവാണ്. ജണ്ണിനും ഒന്നും പറയാനില്ല, അവനും ചിരിക്കുകയാണ്. നെക്സ്റ്റ് സീനിൽ ചോയ് ഫ്രണ്ട് കണ്ണാടി ഇരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട് പറയുന്നുണ്ട്, എല്ലാ ദിവസവും ഇവനെ കാരണം അടിപൊളിയാണല്ലോ എന്ന് പറഞ്ഞ ആള് ചുമക്കുകയാണ്. അപ്പം ചോദിക്കുകയാണ്, എന്ത് പറ്റി? അപ്പോൾ പറയാണ്, ഇന്നലെ ഞാൻ ദുമ്മാനെ കുറിച്ച് വേണ്ടാത്ത പറഞ്ഞപ്പോൾ അപ്പം മുതൽ തുടങ്ങിയ ചുമയാ, ഞാൻ വിചാരിച്ചു ഞാനിപ്പോൾ മരിക്കുമെന്ന്. എന്നിട്ട് നമ്മളൊരു സീൻ കാണിക്കുകയാണ്. യൂന ഡോക്ടറിൻ്റെ അടുത്തിരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഈ നോസ് ബ്ലീഡ്സ് വരുമ്പം എനിക്കറിയാം ഞാൻ എന്നെ തന്നെ കൊല്ലാൻ ശ്രമിക്കുന്ന ഒരു രീതിയാണ്. അപ്പം എനിക്ക് മനസ്സിലാവും നമ്മുടെ മൈൻഡ് എത്ര പവർഫുള്ളാണ്. പക്ഷെ എന്നെ അല്ലാതെ എനിക്ക് വേറെ ആരെങ്കിലും വേദനിപ്പിക്കാൻ പറ്റുമോ? അപ്പോഴാണ് ഇതേപോലെ ഫ്രണ്ട് ദൊങ്മാനെ കളിയാക്കിയപ്പോൾ ഫ്രണ്ടിന് ചുമ വരുന്നതും അന്ന് ദൊങ്മാനെ ചോയ് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ചോയ്ക്ക് നല്ല പെടല് വേദന എടുക്കുന്നത്. അപ്പോൾ പ്രസന്റ് കാണിക്കുകയാണ്. ചോയ് പറയാണ്, അന്നത്തെ ദിവസം ദൊങ്മാൻ എന്നെ തൊട്ട പോലുമില്ല, പക്ഷേ എനിക്ക് വേദനിക്കാൻ തുടങ്ങി. നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? എനിക്ക് തോന്നുന്നു അവൻ്റെ ദേഹത്ത് ഏതോ ബാധയുണ്ട്. നെക്സ്റ്റ് സീനിൽ ദൊങ്മാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് റെയിൽവേ ക്രോസിൻ്റെ അവിടെ നിൽക്കുകയാണ്. അങ്ങോട്ട് യൂന വരുന്നു. അവർ വീണ്ടും വിഷ് ചെയ്യാണ്. എന്നിട്ട് യൂന ലഞ്ച് ബോക്സ് ഇങ്ങനെ ദൊങ്മാന് നേരെ നീട്ടിയിട്ട് പറയാണ്, ഇത് എൻ്റെ ഗ്രാൻഡ് ഉണ്ടാക്കിയ സൈഡ് ഡിഷസാണ്, നീ എടുത്തോ. അപ്പോൾ ദൊങ്മാൻ അവളുടെ വാച്ച് കാണുന്നു. അത് ഗ്രീൻ ലൈറ്റാണ് കത്തുന്നത്. ദൊങ്മാന് നല്ല സന്തോഷമായി. ആളുടെ കൈയും അങ്ങോട്ട് കൊണ്ട് വെച്ചിട്ട് പറയാണ്, നമ്മൾ രണ്ടുപേരും സെയിമാ എന്ന് പറയാണ്. രണ്ടുപേരുടെ വാച്ചിലും ഗ്രീൻ ലൈറ്റാണ് കത്തുന്നത്. എന്നിട്ട് ആള് ആ ലഞ്ച് വാങ്ങിച്ച് താങ്ക്സ് പറയാണ്. യൂന ചിരിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ദൊങ്മാൻ യൂന പോയെന്ന് ഉറപ്പാക്കിയിട്ട് ആ ലഞ്ച് ബോക്സ് നോക്കി ചിരിച്ച് ആ ലഞ്ച് ബോക്സും കൊണ്ട് ആ സ്ട്രീറ്റിൽ കിടന്ന് തുള്ളിച്ചാടുവാണ്. അവസാനത്തെ സീനിൽ ആള് ലഞ്ച് ബോക്സും കൊണ്ട് ചാടി, നീ കാലാവസ്ഥയെക്കാട്ടിലും മനോഹര എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അതോടെ എപ്പിസോഡ് 2 അവസാനിക്കുകയാണ്. എപ്പിസോഡ് 3 ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.